സമയം. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ തന്നെ ദോശയും ചട്നിയും ചായയും കൂടി കുടിക്കുകയാണ്. അപ്പോൾ ഈ ചട്നിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അരച്ച ദോശയാണ് കേട്ടോ, പുളിദോശ. അതിനുശേഷം അരി തീമടാണ് അടുപ്പത്ത്. അപ്പോൾ അരി കഴുകി വൃത്തിയാക്കി ചെമ്പിൽ വെള്ളം അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. പിന്നെ ഞങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കോഴിയുടെ ശബ്ദമൊക്കെ ഉണ്ട്. ഇവിടുത്തെ കോഴികൾ സമയം തെറ്റിയിട്ടും കുഴിങ്ങോണ്ടിരിക്കും. പിന്നെ ഞാൻ അകങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചിലവരൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാനൊക്കെ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് മറ്റുള്ളവരെ ഒരുപാട് ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ ഫോണായതുകൊണ്ട് ആ ഫോണിൽ അവരെ തെരഞ്ഞു പിടിച്ച് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഞാനൊക്കെ വീഡിയോ കാണുന്നത്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അൺസബ്സ്ക്രൈബ് ചെയ്തവർക്കും നന്ദി. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഞാനും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. യൂട്യൂബിൽ ഇനി ആരെങ്കിലും അങ്ങനെ ഞാൻ തിരിച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി നോക്കിയിട്ട് പറഞ്ഞാൽ മതി, കമൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ തിരിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഉറപ്പായിട്ടും. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ലവ് മീ ഫാത്തിമ എന്നാണ്. അപ്പോൾ തിരിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ മീനൊക്കെ നന്നാക്കി. ഇപ്പോൾ കൂടുതലും ഞങ്ങളുടെ നാട്ടിൽ കായൽ മീനാണ് കിട്ടുന്നത്. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഇതുപോലത്തെ കടൽ മീനാണ് ഇഷ്ടം. അപ്പോൾ മത്തി കിട്ടിയിട്ടുണ്ട്, അത് നന്നാക്കി. അങ്ങനെ ഉച്ചക്ക് ഞാൻ ചോറുണ്ണുകയാണ്. അപ്പോൾ മത്തി പൊരിച്ചത്, മുരിങ്ങയില താളിപ്പ്, ചിരങ്ങ താളിപ്പ്, ചീരൻ്റെ ഇല താളിപ്പ്, വെണ്ടക്ക പൊരിച്ചത്, ഉപ്പേരി. അപ്പോൾ ഇന്നത്തെ ഫുള്ള് താളിപ്പാണ് കേട്ടോ, കറിയില്ല. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ വൈകുന്നേരം കുറച്ച് സമയം കിടന്നു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ വൈകുന്നേരം എണീച്ച് പോയപ്പോൾ രാവിലത്തെ പുട്ട് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനിപ്പോൾ നോക്കുമ്പോൾ കറണ്ട് ഇല്ല കേട്ടോ. രാവിലെ കറണ്ട് പോയതാണ്. ഇത് മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ നല്ല പൊടിയായിട്ട് കിട്ടും. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ലൈറ്റൊക്കെ കുറച്ച് കുറവാണ്. അങ്ങനെ പിന്നെ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിന് പറയുക കൂരം വറവ് എന്നാണ് കേട്ടോ. പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കരിഞ്ചീരകം അല്ലെങ്കിൽ കറുത്ത എള്ള് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കറുത്ത എള്ളാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ തേങ്ങ ചിരകിയായി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പുട്ട് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. പിന്നെ കൈയും വെക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ മണലിൻ്റെ ഒരു മണലൊക്കെ തരിക്കുമ്പോഴത്തെ ശബ്ദം ഉണ്ടാവില്ല, അതേ ശബ്ദം ആവുന്നത് വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പറയുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ വറുത്തത് കോരി പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏത്ര മോനക്ക് ഇതുപോലെ കൊടുത്താലാവും കഴിക്കൂല. അപ്പോൾ അതിൽ കുറച്ച് പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടാണ് ഓനക്ക് കഴിക്കാൻ കൊടുക്കുന്നത് കേട്ടോ. അതും ചായയും കൂടി കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, പിടിയിലും ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ വൈകുന്നേരം ചായക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.